ട്രാൻസ്ഫർ ഇതോടുകൂടി പ്രൊമോഷനോട് കൂടി എന്നാ ചെയ്ത് ബോണസ് കൂടി, പിന്നെ ഇൻക്രിമെൻ്റ് കൂടി. ഇവർ പ്രതീക്ഷിക്കാത്ത ഓരോ കാശ് ഇവർക്ക് കിട്ടി. ഈ കാശൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ചെയ്യണം, ഇത് വേണ്ടി ആർക്ക് ചെയ്യണം, ആർക്കെങ്കിലും ഈശോയുടെ പേരിൽ ഉടമ്പടിയുടെ പേരിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊരു നേഴ്സ് വന്ന് ഇവരെ കാണാം. ഇവർ സ്ഥിരമായിട്ട് പോകുന്ന ഗവൺമെൻറ് ആശുപത്രിയിൽ നേഴ്സ് പറയും, നിങ്ങൾ എന്നോട് പറഞ്ഞില്ലേ സഹായിക്കാനുള്ള ആരെങ്കിലും കാണുമെങ്കിൽ പറയണമെന്ന്. ഞാനൊരാളെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരാളുടെ അടുത്ത് ചെല്ലും. ആൾ ചെല്ലുമ്പോൾ അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പം അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കും. അപ്പം അയാൾ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ. എന്താണ്? ഒരു കസ്റ്റമൈസ് വീൽ ചെയർ കിട്ടാൻ വേണ്ടി. അപ്പോൾ പറഞ്ഞ് എനിക്കൊരു കസ്റ്റമൈസ് വീൽ ചെയർ തന്നാൽ മതി എന്ന് പറയും. അപ്പോൾ ഉള്ള വിഷയം എന്ന് പറയണത് അയാൾക്ക് കൈയും കാലം തളർന്നിരിക്കുകയാണ്. അപ്പോഴേ അദ്ദേഹത്തിന് അങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഈ ഭൂമി ജീവിച്ചിട്ടുണ്ട്. കൈയും കാര്യമൊക്കെ നിങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ നേരത്ത് ഓർക്കണം, ദൈവത്തോട് നന്ദി പറയണം നമ്മൾ, ഞാനായാലും നിങ്ങളായാലും. അപ്പം അതായത് ഉടനെ ഇവർക്ക് ആ പൈസ മുഴുവൻ കൊടുത്തിട്ട് വീൽ ചെയർ മെഡിക്കൽ അറേഞ്ച് ചെയ്ത്. അപ്പം ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ദൈവം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലെന്നല്ല, പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ദൈവം അത് കൈകാര്യം ചെയ്യും. അതാ ഉടമ്പടിയുടെ പ്രശ്നം. പെട്ടെന്ന് ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ ലാപ്ടോപ്പ് സ്ക്രീൻ ഔട്ടായി പോകും. ഇവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്താ പറയണത്, സ്ക്രീനെ ഒന്നും കാണത്തില്ല, അത് കട്ടായി പോകും. ഇവരെങ്ങനെ കിണഞ്ഞ് വിഷമിച്ചും ഇത് നന്നാക്കിയിട്ടും ലാപ്ടോപ്പ് നന്നാക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ അവർക്ക് വർക്ക് തീർന്ന്. അപ്പോൾ അവർ ഉടനെ അപ്പം മനസ്സിൽ ചിന്തിച്ച് എന്നാൽ വില്ലേജ് ഓഫീസിലോട്ട് പോകാമെന്ന് വിചാരിച്ച്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വീട്ടിൽ ഇരുന്ന് ഹോംവർക്ക് ചെയ്യണ സമയത്താണ് ഈ സംഭവിക്കണത്. കോട്ടയത്ത് അവർ വില്ലേജ് ഓഫീസിൽ പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബാംഗ്ലൂർ ആയത് കാരണം നാട്ടിൽ റീസർവേ നടത്തിയപ്പോൾ തണ്ടപ്പേര് മാറിപ്പോയി. നിങ്ങൾക്കറിയാൻ എന്ത് പുലിവാലാണെന്ന്. നമ്മളൊക്കെ നാട്ടിലില്ലെങ്കിൽ അവർ റീസർവേ നടത്തിയിട്ട് പോകും, നമ്മുടെ പറമ്പ് വേറെ ആരുടെങ്കിലും പേരിലായിരിക്കും. പിന്നെ കരമടക്കാൻ പറ്റത്തില്ല. അങ്ങനെ കരമടക്കാൻ പറ്റാതെ 2 കൊല്ലമായി ഒരു പുരയിടത്തിന് കരമടക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോൾ അതിന് ഇപ്പോൾ ലാപ്ടോപ്പ് ഓഫായപ്പോൾ അവർ വിചാരിച്ച് എന്നാൽ കിട്ടുന്ന സമയത്ത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് കരമടക്കാനുള്ള അത് കാര്യം ഇനി 2ാമത് സർവേ ചെയ്തിട്ട് 2ാമത് ഭൂമി അളന്നിട്ട് ആണ് ഇനി അത് നമുക്ക് കരമടക്കാൻ പറ്റാത്തുള്ളൂ. 2ാം സർവേ നടത്തണം, അത് വലിയ പാടാണ്. ഇവർ വില്ലേജ് ഓഫീസിൽ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ സീരിയസ് ആയിട്ട് ഫോണിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതൊക്കെ മുമ്പ് വില്ലേജ് ഓഫീസിന് മുമ്പ് അവിടെ ഒരു LD ക്ലർക്ക് UD ക്ലർക്ക് ഉണ്ടാകുമല്ലോ, സൂപ്രണ്ട്, അല്ലെങ്കിൽ അവരെ കണ്ടപ്പോൾ പറഞ്ഞ് മാഡം ഒരു പണി നടക്കത്തില്ല, റീസർവേക്കാരെ കൊണ്ടിവിടെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. 3 കൊല്ലത്തെ ആപ്ലിക്കേഷൻസ് ഇവിടെ ഉണ്ട്. ഇരിക്കണ ഫയൽ കണ്ടില്ലേ, 3 കൊല്ലം. ഇപ്പം അങ്ങോട്ട് കയറണ്ട. കാര്യം 3 കൊല്ലം മുമ്പ് തന്നത് പോലും ഞങ്ങൾക്ക് പോയി അളക്കാൻ പറ്റിയിട്ടില്ല. ഇതിന് ഒത്തിരി കംപ്ലൈൻറ്റുകൾ കിടക്കണ കാരണം ഇതൊന്നും നടക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ അങ്ങനെ നോക്കിയിട്ട് വില്ലേജ് ഓഫീസിൻ്റെ ഫോൺ വിളിച്ച് തീർന്നപ്പോൾ ഒരു തരി ഉപ്പ് കൊണ്ടുപോയി, ഉടമ്പടി ഉപ്പ് കൊണ്ടുപോയി വില്ലേജ് ഓഫീസിലിട്ട്. അത് ചെയ്യുമ്പോൾ വിശ്വാസപ്രമാണം ചങ്കെ കൊണ്ട് ചൊല്ലിയിട്ട് വേണം അത് പ്രയോഗിക്കാൻ. ഇത് വിശ്വാസ പ്രയോഗമെന്ന് പറയും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ ആൾക്കാർ കേൾക്കാം. വിശ്വാസത്തെ ഉടമ്പടിയിൽ നമുക്കറിയാം, വിശ്വാസത്തെ നമുക്ക് പ്രാർത്ഥനയാക്കി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രഖ്യാപനമായി മാറ്റാം, വിശ്വാസത്തെ നമുക്ക് പ്രയോഗമായി മാറ്റാം. അപ്പോൾ ഉടമ്പടിയിലാണ് പ്രയോഗവിധികളുള്ളത്. വിശ്വാസത്തെ പ്രയോഗമാകും. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഇവർ പറയണത്, ഇവർ PT പരീക്ഷയ്ക്ക് പോകും. ഇപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞല്ലേ, സ്ഥലത്തിൻ്റെ കാര്യം ഇവർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഈ വില്ലേജ് ഓഫീസിന് സാറിനോട് ഇത് കാര്യം പറഞ്ഞു, ഇതാണ് സംഭവം എന്ന് പറഞ്ഞു. പുള്ളി അവിടെ ഇരുന്നിട്ട് അപ്പം തന്നെ പച്ചമഷി എടുത്തിട്ട് സാങ്ഷനാക്കും.
ഓൺ ദി സ്പോട്ട് സാങ്ഷൻ ആക്കുകയാണ്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ട്. 3 കൊല്ലത്തെ ഫയൽ അവിടെ ഇരിപ്പുണ്ടെന്ന് അറിയണോ? എന്നിട്ട് സാങ്ഷൻ ആക്കിയിട്ട് അദ്ദേഹമാണെങ്കിൽ ഒരു എന്തോ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നിട്ട് അവിടെ നിന്ന് വീൽ ചെയർ ഉന്തി അദ്ദേഹം ഈ ആദ്യം മുടക്ക് പറഞ്ഞ ആളിൻ്റെ അടുത്ത് വരും എന്ന് പറയും, സാങ്ഷൻ ആക്കിയിട്ടുണ്ട്, സെറ്റ് ചെയ്തേക്കാൻ പറയും. അപ്പോഴേ എന്നിട്ട് വില്ലേജ് ഓഫീസർ പോകും. അപ്പോൾ ഈ സൂപ്രണ്ട് പറയും, മാഡം എന്ത് ചതിയാണ്, നടക്കത്തില്ല, കാര്യം നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഫയൽ ഇങ്ങനെ ഇരിക്കണം കണ്ടില്ലേ, 3 കൊല്ലത്തെ ഉണ്ടെന്ന് പറയും. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോരും. അവർ അതിൻ്റെ പേരിലൊന്നും പറയാൻ നിൽക്കില്ല. എന്താ കാര്യം? ഉടമ്പടിയിലുള്ളവർ അധികം സംസാരിക്കത്തില്ല. നമുക്ക് അവരോട് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ സെൻറ്ററിലല്ലേ സാധനം പിടിക്കുന്നത്, അതെപ്പോഴും ഓർക്കണം നിങ്ങളെ. സെൻറ്ററിൽ പിടിപാടുള്ളവർ അധികം സംസാരിക്കത്തില്ല. അല്ലാത്തവർ മുഖ്യം മുളിയും വായത്തൊന്നൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോകും. നിങ്ങൾക്ക് മനുഷ്യൻ്റെ വിഷമം അറിയാൻ പറ്റില്ല, കഷ്ടമായി ഞാൻ എത്ര അത് നടക്കണം, ഞാൻ ഒരൊറ്റ പെണ്ണല്ലേ, ഇങ്ങനെ ഈ മനുഷ്യന്മാർ വായത്തൊന്നൊക്കെ വിളിച്ച് പറയുമല്ലോ. അങ്ങനെ ഒന്നും വിളിച്ചു പറഞ്ഞ കാര്യമില്ല. ഉടമ്പടിക്കാർ ഉടമ്പടിയിൽ ഇരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്നത് നമ്മൾ ഉടമ്പടിയിലാണെന്ന്. അപ്പോൾ ഇവരൊന്നും മിണ്ടിയില്ല. കാര്യം എന്താണ്? അത് വേറെ സെൻട്രൽ ഓഫീസുണ്ട്, അത് മറിയത്തിൻ്റെ ഓഫീസിൽ ചെയ്യണ കാര്യമാണത്. ഇവർ ചെയ്യണമല്ലത്, അതവരോട് ചെയ്യും. അത് ചെയ്തിട്ട് മാത്രമേ റിപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്നിട്ട് അവർ കണ്ടു പോകുന്നു. പിറ്റേ ദിവസം ഇവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ആ ഉപ്പ് കൊണ്ടുവന്ന് ഈ റിസർവേ മാറിപ്പോയ സ്ഥലത്ത് കൊണ്ടുവന്ന് വിശ്വപ്രമാണം ചൊല്ലി അവർ കുർബാനയ്ക്ക് പോയി. കുർബാനയ്ക്ക് പോയിട്ട് ഞായറാഴ്ച തിരിച്ചു വന്ന ശേഷം റീസർവേ മാറിപ്പോയ പുരയിടത്തിൽ കൊണ്ടുവന്ന് ഈ ഉപ്പ് വിശ്വപ്രമാണം ചൊല്ലിയിട്ട് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സർവേയർ ഇവരെ വിളിക്കും. അത് ടൈം കണ്ട, ടൈം എന്താ ഇങ്ങനെ നിൽക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സർവേയർ വിളിക്കും, മാഡം നിങ്ങളുടെ നാളെ 11 മണിക്ക് നിങ്ങൾ ആ പുരയിടത്തിലുണ്ടാകണം, ഞാൻ അളക്കാൻ വരുന്നുണ്ടെന്ന്. നോക്കിയേ, ഇതെങ്ങനെ ഇത് വർക്കൗട്ട്. ഇതാണ് ടൈം ഷോർട്ടണിങ് എന്ന് പറയണത്. ടൈം ഷോർട്ടണിങ്, സമയ ചുരുക്കം എന്ന് പറയും. മറിയം അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും തടുക്കാൻ പറ്റത്തില്ല. ഞാൻ തുറന്ന വാതിൽ ആരും അടക്കത്തില്ല, അടച്ച വാതിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന. എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു ആവേ മരിയ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, അമ്മേ, എന്റെ അമ്മേ, എന്റെ ഈശോയുടെ അമ്മേ, എന്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരു കൃപാസന ദേവമാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജീന ഡേവിസ്, ഇരിങ്ങാലക്കുട രൂപത, താണിശ്ശേരി ഡോളേഴ്സ് ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ സിസ്റ്റർ മീന വർഗീസ്, ഞങ്ങൾ ട്വിൻ സിസ്റ്ററാണ്. ഞാൻ എൻ്റെ രോഗസൗഖ്യമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എനിക്കൊരു 8 വർഷത്തോളം ശ്വാസതടസ്സവും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലവും ഉറക്കക്കുറവും ഉണ്ടായിരുന്നു. അപ്പോൾ HB കുറവാണെന്നാണ് ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ പറയുന്നത്. കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു, കുറേ മരുന്നുകൾ കഴിച്ചു, ഒന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. വളരെയധികം ബുദ്ധിമുട്ടിയാണ്. ഞാൻ സ്കൂളിൽ നഴ്സറി ടീച്ചറാണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്കൂളിലത്തെ ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴെല്ലാം ഈ ശ്വാസതടസ്സം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നെഞ്ചത്ത് ഒരു കല്ലെടുത്ത് വെച്ച പോലത്തെ അനുഭവമായിരുന്നു. ശ്വാസ തടസ്സമായിട്ട് ഭയങ്കര അധികം പ്രയാസപ്പെട്ടിട്ടാണ് ജോലികൾ ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ദൈവമേ, വീട്ടിലത്തെ ജോലിയും സ്കൂളിലത്തെ ജോലിയും എല്ലാം കൂടി മക്കളെ നോക്കണം, ഭർത്താവിനെയൊക്കെ നോക്കി വരുമ്പോൾ എനിക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത്, മാതാവേ എനിക്ക് രോഗസൗഖ്യം തരണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ട്വിൻ സിസ്റ്റർ വഴിയാണ് ഇവിടെ ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്.
ട്വിൻ സിസ്റ്ററും വർക്ക് ചെയ്യുന്നത് നഴ്സറി ടീച്ചറാണ്. ഞങ്ങൾ ട്വിൻസാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് ട്വിൻസാണ് ഞങ്ങളുടെ ഹസ്ബൻഡ്സും. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിൽ ഒരുപോലെ തന്നെ കയറി, അതെല്ലാം ദൈവം ഭംഗിയായി അനുഗ്രഹിച്ചു. അപ്പോൾ ട്വിൻ സിസ്റ്ററുടെ ഒരു ടീച്ചർ വഴിയാണ് ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ നന്നായി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് രോഗസൗഖ്യം കിട്ടണേ എന്ന് ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. എനിക്ക് വീട്ടിലത്തെ ജോലികളൊക്കെ നന്നായി ചെയ്യാനായിട്ടുള്ള ഒരു കൃപ തരണേ എന്ന് നന്നായി പ്രാർത്ഥിച്ചു. അപ്പോൾ അങ്ങനെ മാറാതെ ഇപ്പോൾ ഞാൻ പ്രാർത്ഥന രീതി ഒന്ന് മാറ്റി, ദൈവം എന്നെ പോലെ വേദനിക്കുന്ന എല്ലാവരുടെയും അസുഖങ്ങൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അന്നാട്ടും എനിക്കൊരു കുറവുണ്ടായില്ല. അവസാനം ഞാൻ ഉടമ്പടി എടുത്ത്, ആദ്യം വന്നപ്പോൾ ഉടമ്പടി എടുക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്കത് പറ്റാതെ വരുമോ, എന്നും പള്ളിയിലേക്കൊക്കെ പോകാനൊക്കെ ആയിട്ട് പറ്റാതെ വരുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഉടമ്പടി എടുക്കാതെ പോയി. പിന്നെ വന്നപ്പോൾ ഞാൻ എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നന്നായി പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് ഇങ്ങനെ ഒരു മെസ്സേജ് തന്നു എനിക്ക്. നീ ഉടമ്പടിയിൽ ഉപ്പ് വെള്ളത്തിൽ കലക്കി ഒരു 10 ദിവസം, അങ്ങനെ തന്നെ കൃത്യമായി എനിക്ക് എന്നെ നമ്പർ കിട്ടി, ഒരു 10 ദിവസം നീ അത് വെള്ളത്തിൽ ചാലിച്ച് കുടിക്കുക എന്ന് എനിക്കൊരു മെസ്സേജ് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെ അതുപോലെ ചെയ്ത് ആ 10 ദിവസം എത്തിയപ്പോൾ തന്നെ, അതായത് കുറേശ്ശെയായിട്ട് ഓരോ ദിവസമായിട്ട് ആ ഗ്യാസിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ശ്വാസതടസ്സവും അതെല്ലാം മാറി. അതുപോലെ തന്നെ അത് രണ്ടും മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എന്നാലും ഉറക്കം അങ്ങോട്ട് ഫുള്ളായിട്ട് കിട്ടണില്ല. അപ്പോൾ ഞാൻ ഈ ഉറക്കമില്ലാത്ത ആളുകളുടെ ആ അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കമില്ലാത്തൊരവസ്ഥ. ഉറക്കമില്ലാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉറക്കമില്ലാതെ ഇരുന്നപ്പോൾ ഞാൻ കൊന്ത എത്തിക്കും 3 മണിക്കോ 2 മണിക്കൊക്കെ എനിക്ക് ഞാൻ കൊന്തെത്തിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവ് എനിക്കൊന്ന് സുഖമായിട്ടൊന്ന് ഉറങ്ങണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്കൊരു മെസ്സേജ് തന്നു. തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൽ പുരട്ടുക എന്നിങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. അപ്പോൾ അതനുസരിച്ച് ഞാൻ തൈലത്തിൽ ഉപ്പ് ചാലിച്ച് കണ്ണിൻ്റെ മിണ്ടയിൽ പുരട്ടി കിടന്നുറങ്ങി. അങ്ങനെ ഉറങ്ങിയപ്പോൾ സുഖമായിട്ട് എനിക്ക് ഉറക്കം കിട്ടി. പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല, ഉറക്കക്കുറവിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോഴാണ് ഞാൻ ഓർക്കണേ, ഓരോ വ്യക്തികളുടെയും വേദന എനിക്ക് മനസ്സിലാക്കി തരികയാണ്. ശ്വാസമുട്ടുള്ളവരുടെ ശ്വാസതടസ്സം, അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രോബ്ലം അവരുടെ വേദന, ഉറക്കമില്ലാത്തവരുടെ വേദന, അതുപോലെ തന്നെ ഓരോരുത്തരുടെയും വേദനയെക്കുറിച്ച് മാതാവ് എന്നെ പഠിപ്പിക്കുകയായിരുന്നു. അതുപോലെ സാമ്പത്തിക തകർച്ചകളും എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും. എല്ലാവർക്കും ഓരോരുത്തരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. പക്ഷേ ഈ ഓരോ ബുദ്ധിമുട്ടുകളും നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ് ഇത് തരുന്നത്. ഇത് വിചാരിച്ച് ഞാൻ പെർഫെക്റ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെയിലും നല്ലോണം കുറവുകളുണ്ട്, ഞങ്ങളിൽ നല്ല കുറവുകളുണ്ട്. പക്ഷെ അതെല്ലാം മാതാവ് അത് നികത്തി ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ ഉരുക്കി എടുക്കുകയാണ്. നല്ല മക്കളായി ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല മക്കളായി സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ 2 പേരെയും ഒരുക്കി എടുക്കുന്നതിനോർത്തേക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ശ്വാസതടസ്സവും ഗ്യാസിൻ്റെ പ്രോബ്ലവും അതുപോലെ ഉറക്കക്കുറവൊക്കെ മാറിക്കിട്ടി. അപ്പോൾ HB കുറവായാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. HB കുറവായാൽ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ HB എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം എന്നും കൂടിയുള്ളൊരു മെസ്സേജ് മാതാവ് എന്നോട് നിങ്ങളൊക്കെ എല്ലാവരോടും പാസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാതും പ്രത്യേകം ശ്രദ്ധിക്കണേ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് അപ്പോൾ പീരീഡ്സ് ആകുമ്പോൾ ഭയങ്കര ബ്ലീഡിങ് ആയിട്ട് എനിക്ക് വയ്യാതെ, ഇപ്പോൾ ഏകദേശം ഒരു ഏജ് 50ൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞങ്ങൾ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇതേപോലെ തന്നെ തൈലവും ഉപ്പൊക്കെ ഇട്ട് പുരട്ടി വയറ്റത്ത് പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് അതിൽ നിന്നൊക്കെ മോചനം കിട്ടി. മാതാവ് എന്നെ പ്രത്യേകം അനുഗ്രഹിച്ചു. പിന്നെ മറ്റൊരു ഒന്ന് പറയാനുള്ളത്, ഒരു ദിവസം ഓണത്തിന് ശേഷം മാതാവ് എപ്പോഴും ഒക്ടോബർ 20 എന്ന് എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു തീയതി തരികയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവം ഇതെന്താണ് ഈ ഒക്ടോബർ 20? അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എൻ്റെ മോനെ സൗഖ്യം തരാനായിരിക്കുമെന്ന് വിചാരിച്ചു. കാരണം എൻ്റെ മൂത്ത മകന് നട്ടെല്ലിന് വളവാണ്. അപ്പോൾ അവൻ്റെ അസുഖം മാറിയിട്ട് ഞാൻ അവിടെ സാക്ഷ്യം പറയാമെന്നാണ് ഞാൻ അമ്മയുടെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന്. പക്ഷേ അവൻ വന്നിട്ടില്ല. പക്ഷേ അവൻ്റെ സാക്ഷ്യം കിട്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയുള്ളൂ എന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു. അവൻ്റെ നട്ടിൽ നിവരാന്ന് പറഞ്ഞാൽ അവന് ഓപ്പറേഷൻ തന്നെ 20 ലക്ഷം വേണ്ടി വരും. അപ്പോൾ അത് ഇല്ലാതെ മാതാവ് മാറ്റി തരണേന്നായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്. പക്ഷെ മാതാവ് പറയുന്നത്, നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ആദ്യം നമ്മൾ
സാക്ഷ്യപ്പെടുത്തണം, അല്ലെങ്കിൽ പിന്നെ നമുക്കത് റിവേഴ്സ് ചെയ്യും, നമുക്ക് ആ അസ്വസ്ഥത നമുക്ക് വീണ്ടും വരും. അപ്പോൾ അത് ആ സ്വസ്ഥത വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് കിട്ടിയ സാക്ഷി ഇവിടെ വെളിപ്പെടുത്താം എന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെയാണ് ഞാൻ മാതാവിൻ്റെ അടുത്തിപ്പോൾ ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ മാതാവിൻ്റെ വലിയ അനുഗ്രഹം കിട്ടി. അങ്ങനെ ഒക്ടോബർ 20 എന്നുള്ള ഡേറ്റ് എനിക്കിങ്ങനെ വന്നപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തലേദിവസം ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1 തൊട്ട് 100 വരെ മാതാവേ നാളത്തെ ദിവസം ഒക്ടോബർ 20 നാളെയാണല്ലോ, എന്താണോ ഇത്ര വലിയ അസ്വസ്ഥത എന്ന് വിചാരിച്ച് ഞാൻ ഒരു 100 വരയ്ക്ക് മാതാവേ എല്ലാ ആപത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു, എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ടാണ് ഒരു 2 മണിക്ക് ആയിട്ടുണ്ടാവും കിടന്നുറങ്ങിയപ്പോൾ, 2-2:30 ആയിട്ടുണ്ടാവും. എന്നിട്ട് പിറ്റേ ദിവസം ഒക്ടോബർ 20 ഞാൻ സ്കൂട്ടറിൽ നിന്ന് റോട്ടിലേക്ക് തെറിച്ച് വീണത്. പക്ഷെ ഒരു പോറലോ ഒന്നുമില്ലാതെ മാതാവ് എന്നെ അതിൽ നിന്ന് രക്ഷിച്ചു. അപ്പോൾ വലിയ ആപത്തിൽ നിന്ന് മാതാവ് എന്നെ രക്ഷിച്ചു. അങ്ങനെ കുറേയധികം സാക്ഷ്യങ്ങൾ എനിക്കും പറയാനുണ്ട്, ഇനിയുണ്ട് നിരവധിയായ അനുഗ്രഹങ്ങൾ. പിന്നെ എൻ്റെ ഹസ്ബൻഡും മക്കളൊക്കെ ഇവിടെ വരാനായിട്ടും ഈ മാതാവിൻ്റെ സന്നിധിയിൽ വരാനായിട്ട് സാധിച്ചു. ഹസ്ബൻഡും ഒക്കെ വളരെ ക്ഷമയോടുകൂടി എന്നെ ഇങ്ങോട്ട് വന്നു. ഞാൻ പറഞ്ഞത് കേട്ടു. അങ്ങനെ എൻ്റെ ആഗ്രഹം സാധിച്ചു, മാതാവ് ആഗ്രഹം സാധിച്ചു തന്നു. ഭർത്താവും മക്കളൊക്കെ കൂടി ഇവിടെ കൃപാസനത്തിൽ വരാനായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആത്മീയമായ വളർച്ച ഉണ്ടായി. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും തന്നെ പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് വലിയ അനുഗ്രഹങ്ങൾ ഇപ്പോഴും മാതാവ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നിരവധി പറയാനുണ്ട്, എങ്കിലും ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ മുന്നേ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ പോയിട്ട് വയസ്സായവരെ ശുശ്രൂഷിക്കും. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം വാരി കൊടുക്കും. പിന്നെ വഴിയിലൊക്കെ ഭിക്ഷയാചിരിക്കുന്നവർക്കൊക്കെ പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. അഥവാ പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഞാൻ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊതിച്ചോറ് വാങ്ങിച്ച് അവർക്ക് കൊടുക്കും. അപ്പോൾ അത് കണ്ടിട്ട് അവിടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ 2-3 ചെറുപ്പം കുട്ടികൾ പറഞ്ഞു, ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുമോ? എനിക്കത് ഭയങ്കര ഒരു ഫീലിംഗ് ആയല്ലോ ചേച്ചിയെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഇത് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഒരു കൃപ കിട്ടുകയുള്ളൂ. അതിനൊക്കെയുള്ള ഒരു ശക്തിയും ആത്മീയമായൊരു ഉണർവ് പ്രത്യേകം കിട്ടും. ഞാനും ഇവിടെ നിങ്ങളെപ്പോലെ തന്നെ ഇവിടെ ഇരുന്നിട്ടുണ്ട്. ഇവരൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ദൈവമേ എന്നാൽ ഇവിടെ കയറി സാക്ഷ്യം പറയാൻ പറ്റുക എന്ന് ഞാനും കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം വന്നു സാക്ഷ്യം പറയാനായിട്ട്. അപ്പോഴൊക്കെ തിരിച്ചു പോയി. ഒന്നും കൂടി ആത്മീയമായിട്ട് ഉണർവ് വരട്ടെ, ഒന്നും കൂടി സാക്ഷ്യങ്ങളൊക്കെ വരട്ടെ, അങ്ങനെ നിയോഗങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് സിസ്റ്റർ വിട്ടു. പക്ഷേ ഇന്നാണ് അതിനൊരു യോഗം വന്നത്. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ദിവസം സാക്ഷ്യം പറയാൻ ഇതുപോലെ ഒരു സമയം മാതാവ് വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ ആ സമയത്തിലേക്ക് എത്തണം. മാങ്ങ പഴുത്താലാണ് മാങ്ങയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ ഉരുക്കി വാർത്ത് നമ്മൾ ആത്മീയമായ ആ ചൈതന്യത്തിൽ എത്തുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് മാതാവ് ഒരുക്കും. അതിനു വേണ്ടി മാതാവ് നമ്മളെ പാകപ്പെടുത്തുന്നതാണ്. അപ്പോഴാണ് നമ്മൾ ശരിക്കായിട്ട് നമുക്കിവിടെ ആത്മീയ ചൈതന്യത്തിൽ സാക്ഷ്യം പറയാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഇതിലും കൂടുതൽ എനിക്ക് പറയാനുണ്ട്, സമയം ചുരുക്കൊണ്ടാണ് ഞാൻ അവസാനിപ്പിക്കുന്നത്. പിന്നെ കുർബാനയ്ക്ക് ഡെയിലി പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡെയിലി പോകാൻ അത്രയ്ക്ക് അങ്ങോട്ട് പറ്റാറില്ലെങ്കിലും ഒരുവിധം ഞാൻ പറ്റുന്ന ദിവസങ്ങളൊക്കെ പോകാറുണ്ട്. കുമ്പസാരം, അതുപോലെ തന്നെ ബൈബിൾ വായന, കൊന്ത ചൊല്ല്, ബൈബിള്, അതുപോലെ തന്നെ ഒരു ദിവസം മാതാവ് എനിക്ക് മെസ്സേജ് തന്നു, എല്ലാ ദിവസവും സ്റ്റാറ്റസിൽ ഒരു ബൈബിൾ വചനം സ്റ്റാറ്റസ് ഇടാനായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ബൈബിൾ ബോക്സിൽ നിന്ന് ഒരു ബൈബിൾ വചനം എടുത്ത് ഞാൻ സ്റ്റാറ്റസ് ഇടും. അതിൽ നിന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ടീച്ചറെ ഇതിങ്ങനെ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവം എനിക്ക് തന്ന മെസ്സേജാണ് അങ്ങനെ ഒരു വചനം സെൻഡ് ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ സെൻഡ് ചെയ്തതാണെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളൊക്കെ അത് റീഡ് ചെയ്യാറുണ്ട്. ഭയങ്കര അധികം ഞങ്ങൾക്ക് ആത്മീയമായ ഒരു അനുഭൂതി കിട്ടാറുണ്ട് കേട്ടോ ടീച്ചറെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ വളരെയധികം മാതാവ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൃപാസന പ്രസാദ് മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇവിടെ സിസ്റ്റേഴ്സും അച്ഛനും ജോസഫ് അച്ഛനും എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയാനുഗ്രഹവും എല്ലാവർക്കും സമൃദ്ധമായി ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. ഇനിയുണ്ട് കുറേ കാര്യങ്ങൾ, ഇതിലും വലിയ സാക്ഷിയായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോൾ ഞാൻ എൻ്റെ സിസ്റ്റർക്ക് കൊടുക്കുകയാണ്. ഓക്കെ, താങ്ക് യു. കൃപാസന അമ്മ സ്വർഗത്തിൽ നിന്നും നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് ഈശോയും അമ്മയും എന്നെ അനുവദിച്ചതിനെ ഓർത്ത് കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും സമർപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മയ്ക്ക് 1000 സ്വസ്ത്രം നന്ദി മഹത്വം.
ഞാൻ ഇവിടെ ഈ ഉടമ്പടിയുടെ കാര്യമൊന്നും എനിക്കാദ്യം അറിയില്ലായിരുന്നു. ഫസ്റ്റ് യൂട്യൂബിൽ ഞാൻ നോക്കുമ്പോൾ ജോസപ്പച്ചൻ്റെ ടോക്കുകൾ ഞാനിങ്ങനെ കേൾക്കും. അതെനിക്ക് ഭയങ്കര ഹൃദയസ്പർശിയായിട്ട് തോന്നി. ഞാൻ രാത്രിയിൽ ചിലപ്പോൾ 2 മണി 2:30 വരെയൊക്കെ ചിലപ്പോൾ ഈ ടോക്ക് കേട്ടുകൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഹൃദയസ്പർശിയായിട്ട് തോന്നുന്നത് കൊണ്ട് എനിക്കറിയില്ല ഇവിടെ ഇങ്ങനെ ഉടമ്പടി എന്ന ഒരു കാര്യം ഉണ്ടെന്നുള്ളത്. അപ്പോൾ എൻ്റെ സ്കൂളിൽ ലിജി ടീച്ചർ, ആ ടീച്ചർ വഴിയാണ് ഇങ്ങനെ ഈ ഉടമ്പടിയുടെ കാര്യം അറിയുന്നത്. അങ്ങനെ ഇവിടെ ആദ്യമായിട്ട് ഞാനും ടീച്ചറും കൂടിയാണ് ഈ കൃപാസനം എന്ന് പറയുന്ന ഈ പള്ളിയിലേക്ക് വരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്തു 12/11/2022. ഉടമ്പടിയിലെ ഫസ്റ്റത്തെ നിയോഗം അത് സാധ്യമാക്കിക്കൊണ്ട് എന്നെ ഇവിടെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ദൈവം വരുത്തും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം കാണപ്പെടാത്തത് ഉണ്ട് എന്നും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും അതാണല്ലോ വിശ്വാസം. എനിക്ക് 2 മക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഇവിടെ ഞാനിങ്ങനെ ഫസ്റ്റത്തെ നിയോഗം വിശ്വാസം രക്ഷപ്രാപിക്കണമെന്നുള്ളൊരു നിയോഗവുമായിട്ടാണ് ഞാനിവിടെ കടന്നു വന്നിരുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ ആദ്യം മടിച്ചതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കും. മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, അങ്ങനെ ഹസ്ബൻഡ് വന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ സ്ഥലം വിട്ടു കൊടുക്കുന്നില്ല ആർക്കും. ഇവിടെ നിന്ന് മാതാവിൻ്റെ അടുത്ത് തന്നെ നിന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞു, നീ അപ്പുറത്ത് പോയി മണ്ണ് അതെടുത്ത് കൊണ്ടുപോവാ. അങ്ങനെ അത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് ഹസ്ബൻഡും കൂടി വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അടുത്ത്. അപ്പോൾ ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് വേഗം അച്ഛനെ കാണണം, പ്രാർത്ഥിക്കണം, ഇതാണ് എൻ്റെ തിരക്ക്. അപ്പോൾ ഉടമ്പടി എടുത്ത് വരുമ്പോഴേക്കും 90 ദിവസം ആവണ്ടേ. അപ്പം അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മാതാവ് പറഞ്ഞു ഹസ്ബൻഡിനെയും കൂട്ടി വരാനായിട്ട് ആ ഓഫീസിലുള്ള ബ്രദർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിറ്റേ ആഴ്ച ഈ മണ്ണ് കൊണ്ട് ഇട്ടപ്പോൾ പിറ്റേ ആഴ്ച തന്നെ ഹസ്ബൻഡ് ലീവ് എടുത്ത് വരികയും ഇവിടെ ഈ അൾത്താരയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതൊരു വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഹസ്ബൻഡൊക്കെ വളരെ നല്ല ഒരു മനുഷ്യനാണ്, നന്നായിട്ട് സ്നേഹമുള്ളവരാണ്. വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് അവരെ വരുത്താൻ വേണ്ടിയാണ് ദൈവം എന്നെ ഇങ്ങനെയൊക്കെ പ്രവർത്തിപ്പിച്ചത്. പിന്നെ ഈ ഉടമ്പടി ഉപ്പ് അത് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മകൾക്ക് BBAക്ക് നല്ല മാർക്ക് കിട്ടി. ഞാൻ വിശ്വാസത്തിനെ കുറിച്ച് എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ദൈവം എനിക്ക് നല്ല നല്ല വചനങ്ങളാണ് നൽകുന്നത്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9:20 അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ആ ഒരു വചനം എനിക്ക് പകർന്നു തന്നു. പരിശുദ്ധ അമ്മ എന്നോട് പറഞ്ഞു, ഏറെ താമസിയാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ ആദ്യം നന്മ നിറഞ്ഞ മറിയമേ സ്വർഗസ്ഥനായ ചൊല്ലിയിട്ട് വേണം സ്റ്റെപ്പ് എടുത്ത് വയ്ക്കാൻ എന്നാണ് കരുതിയിരുന്നത്. ഞങ്ങൾ 2 പേരും പറഞ്ഞല്ലോ ട്വിൻസാണെന്ന്. അപ്പോൾ ഞാൻ വരുമ്പോൾ നമ്മളിങ്ങനെ കല്യാണച്ചക്കനും പെണ്ണും കയറുമല്ലോ, ആ സ്റ്റെപ്പ് കയറുന്ന നേരത്ത് സ്വർഗസ്നായി നന്മ നിറഞ്ഞ് പറയാൻ വേണ്ടി എൻ്റെ നാവ് ഉയർത്തിയപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞു പോയത്. എനിക്ക് 2 മക്കളുണ്ടായിരുന്നതിൽ മൂത്ത മോനെ ദൈവം വിളിച്ചു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. പക്ഷെ അവൻ ഉറങ്ങുന്നതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ ഒരു സൗമ്യ എന്ന് പറഞ്ഞ വ്യക്തി സാക്ഷ്യം പറയുകയുണ്ടായി, മകള് മരിച്ചു പോയിട്ട്, അത് മാതാവിൻ്റെ മടിയിൽ മകളുള്ളത്. അതുപോലെ തന്നെ എനിക്കും അമ്മയുടെ മടിയിലാണ് എൻ്റെ മകൻ എന്ന ഉറച്ച ബോധ്യം എനിക്കുണ്ട്. ഈ ഉടമ്പടി എടുത്തപ്പോഴാണ് ആ ശക്തി എനിക്ക് കിട്ടിയത്. അങ്ങനെ ആ ശക്തിയിൽ നിന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം വന്നു, എനിക്ക് ആനന്ദം വന്നു. ശരിക്കും എൻ്റെ ഉള്ളിൽ ആനന്ദം വന്നു. മാതാവിൻ്റെ ഉപ്പും തൈലവും ഞാൻ നിരന്തരം എന്നും 5:30 പ്രയറിൽ ജോസഫച്ചൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിൽ പ്രാർത്ഥിക്കും, അത് പുരട്ടി പ്രാർത്ഥിക്കും. അപ്പോഴൊക്കെ വളരെ വലിയ ശക്തിയാണ്. ഒരു ദിവസം എൻ്റെ സിസ്റ്റർ ജീന പറഞ്ഞു, എനിക്ക് മുല്ലപ്പൂവിൻ്റെ നല്ല മണം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് അനുഭവപ്പെട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവ് എനിക്കത് അനുഭവപ്പെടാഞ്ഞത്? അപ്പോൾ മാതാവ് പറഞ്ഞു, നീയും ഇതുപോലെ വചനം ഇടൂ, സ്റ്റാറ്റസ് ഇടൂ, അപ്പോൾ എനിക്കും സ്വർഗീയ അനുഭൂതി ഉണ്ടാകും. മുല്ലപ്പൂവിൻ്റെ സ്മെല്ല്, മാതാവിൻ്റെ സാന്നിധ്യം നിനക്കും അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഞാൻ സ്റ്റാറ്റസ് ഇട്ട് തുടങ്ങി.
സ്റ്റാറ്റസിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപയാലെ നല്ല പോലെ വചനങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് കഴിയുന്നു. ഇതൊന്നും ഞങ്ങളുടെ ഒരു കഴിവുമല്ല. പരിശുദ്ധാത്മാവിന് ദൈവത്തിന് ഞങ്ങളിലൂടെ വലിയ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്. അതിലേക്കാണ് ഞങ്ങളെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഞാനിവിടെ നിങ്ങളെപ്പോലെ ഇരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഞാനിരിക്കുമ്പോൾ ഇവിടെ സാക്ഷ്യം പറയുന്നത് ശരിക്കും കോൺസെൻട്രേഷനിൽ കേൾക്കില്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ നിയോഗം വേഗം സാധിക്കണം. ആ ഒരു ശ്രദ്ധയിൽ ഈശോയുടെയും മാതാവിൻ്റെ മുഖത്ത് നോക്കി ഞാൻ എൻ്റെ നിയോഗങ്ങൾ പറയുകയിലായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഇപ്പോൾ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും ഈ സാക്ഷ്യം ശരിക്ക് ഉണർവോടിരുന്ന് കേൾക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ദൈവം ഏറ്റെടുക്കുകയും സാധിപ്പിച്ചു തരികയുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. കാരണം വിശ്വസിച്ചാൽ നിങ്ങൾ ദൈവമഹത്വം ദർശിക്കും. ആ ദർശനത്തിന് വീണ്ടും ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അമ്മ മാതാവ് അതിന് ഞങ്ങളെ അനുഗ്രഹിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം മാതാവിൻ്റെ കൊന്തമാസം ശരിക്കും പെട്രോൾ ഇത് കരിഞ്ഞു പോകേണ്ടതായിരുന്നു. അത് സാക്ഷിയോട് പറയാൻ എന്നുള്ള പോലെ പറഞ്ഞത്. പക്ഷേ എനിക്ക് അമ്മ എന്നെ രക്ഷിച്ചതാണ്. കത്തിക്കരിഞ്ഞു പോകേണ്ടതായിരുന്നു. ഞാൻ കൊന്ത ചൊല്ലി മാതാവിൻ്റെ അടുത്തിരുന്നു. അപ്പോൾ ഞാൻ അടുപ്പിൽ ചോറ് വയ്ക്കാനായി തീപൂട്ടിയ കാര്യം മറന്നുപോയി. പെട്ടെന്ന് എൻ്റെ വായിൽ തന്നെ ഞാൻ അങ്ങനെ പറയുകയാണ്, വയറ് നിറയെ പ്രാർത്ഥിച്ചു. അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് ഞാൻ വയറാ, അപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന് ഞാൻ തീ പൂട്ടിയിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ അതിലേക്ക് ചെറിയൊരു കൊള്ളി കത്തിച്ചിട്ടതും എൻ്റെ കയ്യിൽ കുപ്പിയിൽ പെട്രോൾ ഉണ്ടായിരുന്നു. അതിലേക്ക് തീ ആഞ്ഞു കയറി. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ വലിയ കൃപയാൽ ആ കുപ്പി താഴെ വീണെന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഇല്ല. പക്ഷേ അമ്മ ആ പെട്രോളിൻ്റെ ഉള്ളിലേക്ക് തീ കടന്നു പോയിട്ട് പോലും എനിക്ക് ഒരു തരി പോലും എന്നെ പൊള്ളൽ ഏൽപ്പിച്ചില്ല. അത് എത്രയും വേഗം പുറത്തേക്കിടാനായിട്ടുള്ള പ്രചോദനം നൽകുകയും ഞാനത് ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ 2 വീലറിൽ നിന്ന് എത്ര പ്രാവശ്യം അപകടപ്പെടേണ്ടതായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മയും ഈശോയും ഞങ്ങളെ സംരക്ഷിച്ചതാണ്. ഇപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാട് കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും വലിയ സാക്ഷ്യവുമായി വരുവാൻ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ടും ഇതുവരെ ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവമേ സ്വസ്ത്രം, ദൈവമേ നന്ദി, യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്വസ്ത്രം, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിച്ചുകൊണ്ട് സ്തുതി, നന്ദി, മഹത്വം.